ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനീഷ് ലേണിംഗ് PSC. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് LDC സിലബസിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ധനതത്വശാസ്ത്രം എന്നറിയപ്പെടുന്നത്, അതായത് എക്കണോമിക്സ്. +2 എക്സാമുകൾക്ക് അതുപോലെ തന്നെ ഡിഗ്രി എക്സാമുകളിലും പ്രയോജനപ്പെടുന്ന ക്വസ്റ്റ്യൻസ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധനതത്വശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ പോയിന്റ്, സമ്പത്തിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏത് പേര്? അഫ്നോളജി. സമ്പത്തിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് അഫ്നോളജി എന്നാണ്. അടുത്തത്, ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആഡം സ്മിത്ത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആഡം സ്മിത്ത്. സമ്പത്തിനെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രമെന്ന് അഭിപ്രായപ്പെട്ടതും ആഡം സ്മിത്താണ്. അടുത്തത്, ലൈസസ് ഫെയർ എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ആഡം സ്മിത്ത്. ലൈസസ് ഫെയർ എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തിയാണ് ആഡം സ്മിത്ത്. അടുത്തത്, വെൽത്ത് ഓഫ് നാഷൻസ് എന്ന കൃതി എഴുതിയതാര്? ആഡം സ്മിത്ത്. വെൽത്ത് ഓഫ് നാഷൻസ് എന്ന കൃതി എഴുതിയ വ്യക്തിയാണ് ആഡം സ്മിത്ത്. ലൈസ് ഫെയർ എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ചതും വെൽത്ത് ഓഫ് നാഷൻസ് എന്ന കൃതി എഴുതിയതും ആഡം സ്മിത്താണ്. അടുത്തത്, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്കൽ സയൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്താണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ പിതാവ് ഇന്ത്യൻ പൊളിറ്റിക്കൽ സയൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ പൊളിറ്റിക്കൽ സയൻസിൻ്റെ പിതാവ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. അടുത്തത്, ചരക്കിന് പകരം ചരക്ക് എന്ന പഴയകാല കമ്പോള വ്യവസ്ഥ അറിയപ്പെടുന്നത് ഏത് പേരിൽ? ബാർട്ടർ സമ്പ്രദായം. ചരക്കിന് പകരം ചരക്ക് എന്ന പഴയകാല കമ്പോള വ്യവസ്ഥ അറിയപ്പെടുന്നത് ബാർട്ടർ സമ്പ്രദായം എന്ന പേരിലാണ്. അടുത്തത്, പൊതു സിദ്ധാന്തം അല്ലെങ്കിൽ മാക്രോ എക്കണോമിക്സിൻ്റെ ഉപജ്ഞാതാവാര്? JM കെയ്ൻസ്. പൊതു സിദ്ധാന്തം അല്ലെങ്കിൽ ജനറൽ തിയറി അല്ലെങ്കിൽ മാക്രോ എക്കണോമിക്സിൻ്റെ ഉപജ്ഞാതാവാണ് JM കെയ്ൻസ്. അടുത്തത്, വില സിദ്ധാന്തം അല്ലെങ്കിൽ മൈക്രോ എക്കണോമിക്സിൻ്റെ ഉപജ്ഞാതാവാര്? മാർഷൽ റിക്കോർഡോ. വില സിദ്ധാന്തം അല്ലെങ്കിൽ പ്രൈസ് തിയറി അല്ലെങ്കിൽ മൈക്രോ എക്കണോമിക്സിൻ്റെ ഉപജ്ഞാതാവാണ് മാർഷൽ റിക്കോർഡോ. അടുത്തത്, ഇന്ത്യൻ സ്ഥിതിവിവര ശാസ്ത്രത്തിൻ്റെ പിതാവ് ആര്? അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? PC മഹലനോബിസ്. ഇന്ത്യൻ സ്ഥിതിവിവര ശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. അടുത്തത്, ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? PC മഹലനോബിസ്. ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ പിതാവ്, അതുപോലെ തന്നെ ഇന്ത്യൻ സ്ഥിതിവിവര ശാസ്ത്രത്തിൻ്റെയും ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും PC മഹലനോബിസ് ആണ്. അടുത്തത്, സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായി ഗാന്ധിജി ലക്ഷ്യമിട്ട സമ്പദ് വ്യവസ്ഥ ഏത്? ട്രസ്റ്റിഷിപ്പ് സമ്പദ് വ്യവസ്ഥ. സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായി ഗാന്ധിജി ലക്ഷ്യമിട്ട സമ്പദ് വ്യവസ്ഥയാണ് ട്രസ്റ്റിഷിപ്പ് സമ്പദ് വ്യവസ്ഥ. അതായത് സാമ്പത്തിക രംഗത്തെ പുതിയ ചിന്തയായ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകിയ മഹാത്മാഗാന്ധിയുടെ ആശയമാണ് ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്നത്. സാമ്പത്തിക രംഗത്തെ പുതിയ ചിന്തയായ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകിയ മഹാത്മാഗാന്ധിയുടെ ആശയമാണ് ട്രസ്റ്റിഷിപ്പ്. സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായി ഗാന്ധിജി ലക്ഷ്യമിട്ട് സമ്പദ് വ്യവസ്ഥ ഏതാണെന്ന് ചോദിച്ചാലും ട്രസ്റ്റിഷിപ്പ് സമ്പദ് വ്യവസ്ഥയാണ്. അടുത്തത്, ഗാന്ധിജി തൻ്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ വിശദീകരിച്ച പുസ്തകം ഏത്? ഹിന്ദ് സ്വരാജ്. 1909 ഹിന്ദ് സ്വരാജിലാണ് ഗാന്ധിജി തൻ്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ വിശദീകരിച്ചത്. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളാണ് കാർഷിക ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകുക, കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന നൽകുന്നു, സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം നൽകുക, സ്വയം പര്യാപ്തതയും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ എന്നിവയാണ് ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളെന്ന് അറിയപ്പെടുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കുക. അടുത്തത്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആര്? PC മഹലനോബിസ്. 1951 സ്ഥാപിതമായത്. ന്യൂഡൽഹിയാണ് ആസ്ഥാനം വരുന്നത്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് PC മഹലനോബിസ്.
സ്ഥാപിച്ചത് 1951 ന്യൂഡൽഹിയിലാണ് ആസ്ഥാനം വരുന്നത്. അടുത്തത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം വരുന്നത് എന്ന്? ജൂൺ 29. മഹലനോബിസിൻ്റെ ജന്മദിനമാണ് ജൂൺ 29. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ദിനമായി ആചരിക്കുന്നതും ജൂൺ 29-നാണ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തിയാണ് PC മഹലനോബിസ്. 1951 രൂപീകൃതമായി. ന്യൂഡൽഹിയാണ് അതിൻ്റെ ആസ്ഥാനം വരുന്നത്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ദിനമായി ആചരിക്കുന്നത് ജൂൺ 29-ാം തീയതിയാണ്. മഹലനോബിസിൻ്റെ ജന്മദിനമായ ജൂൺ 29-ാം തീയതിയാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ദിനമായി ആചരിക്കുന്നത്. അടുത്തത് ഇന്ത്യൻ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയ വ്യക്തി ആര്? ദാദാഭായ് നവറോജി. 1867-68 കാലഘട്ടങ്ങളിലാണ് ഇന്ത്യയിൽ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയ വ്യക്തി ദാദാഭായ് നവറോജിയാണ്. എപ്പോഴാണ്? 1867-68 കാലഘട്ടങ്ങളിലാണ്. അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം ശാസ്ത്രീയമായി കണക്കാക്കിയ വ്യക്തി ആര്? VKR റാവു. 1931 ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം ശാസ്ത്രീയമായി കണക്കാക്കിയ വ്യക്തിയാണ് VKR റാവു. 1931 ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തി ആരാണ്? ദാദാഭായ് നവറോജിയാണ്. 1867-68 കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം ശാസ്ത്രീയമായി കണക്കാക്കിയ വ്യക്തിയാണ് VKR റാവു. 1931. അടുത്തത് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തി ആര്? PC മഹലനോബിസ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തിയാണ് PC മഹലനോബിസ്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തി ദാദാഭായ് നവറോജിയാണ്. 1867-68 കാലഘട്ടങ്ങളിൽ. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം ശാസ്ത്രീയമായി കണക്കാക്കിയ വ്യക്തിയാണ് VKR റാവു. 1931. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തി PC മഹലനോബിസ് ആണ്. അടുത്തത് ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി ഏത്? ദാവോസ്. സ്വിറ്റ്സർലാൻഡിലെ ദാവോസ് ആണ് ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി എന്ന് അറിയപ്പെടുന്നത്. ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി ഏതാണ്? ദാവോസ് ആണ്. സ്വിറ്റ്സർലാൻഡിലെ ദാവോസ്. അടുത്തത് ലോകത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത്? സൂറച്ച്. ലോകത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് സൂറച്ചാണ്. അടുത്തത് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് എവിടെ? മുംബൈയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മുംബൈയിൽ. ലോകത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനം എവിടെയാണ്? സൂറച്ചാണ്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം മുംബൈയിലാണ്. അടുത്തത് ബാങ്ക് നോട്ടുകളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? നോട്ടാഫിലി. ബാങ്ക് നോട്ടുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് നോട്ടാഫിലി എന്നാണ്. നമ്മൾ മുമ്പൊരു പഠനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമ്പത്തിനെക്കുറിച്ചുള്ള പഠനം എന്താണ്? അഫ്നോളജിയാണ്. ഇത് ബാങ്ക് നോട്ടുകളെക്കുറിച്ചുള്ള പഠനമാണ്, നോട്ടാഫിലി. അടുത്തത് ഇന്ത്യയിലെ ഒരു സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് എപ്പോൾ? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ഇന്ത്യയിലെ ഒരു സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. അടുത്തത് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ അല്ലെങ്കിൽ എൻജിനീയറിങ്ങിൻ്റെ പിതാവ് ആര്? വിശ്വേശ്വരയ്യ. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ അതുപോലെ തന്നെ ഇന്ത്യൻ എൻജിനീയറിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും വിശ്വേശ്വരയ്യയാണ്. അടുത്തത് ഗാന്ധിയൻ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആര്? നാരായണ അഗർവാൾ. ഗാന്ധിയൻ പദ്ധതിയുടെ ഉപജ്ഞാതാവാണ് നാരായണ അഗർവാൾ. അടുത്തത് 1944 8 പ്രമുഖ വ്യവസായികൾ മുന്നോട്ട് വച്ച സാമ്പത്തിക സൂത്രം ഏത്? ബോംബെ പ്ലാൻ. 1944 8 പ്രമുഖ വ്യവസായികൾ മുന്നോട്ട് വച്ച സാമ്പത്തിക സൂത്രം അറിയപ്പെടുന്നത് ബോംബെ പ്ലാൻ അല്ലെങ്കിൽ ബോംബെ പദ്ധതി എന്നാണ്. ബോംബെ പ്ലാനിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് അർദേശിൽ ദലാലാണ്. ബോംബെ പ്ലാനിൻ്റെ 1944 8 പ്രമുഖ വ്യവസായികൾ മുന്നോട്ട് വച്ച സാമ്പത്തിക സൂത്രത്തിൻ്റെ ഉപജ്ഞാതാവാണ് അർദേശിൽ ദലാൽ. ബോംബെ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളി എന്നറിയപ്പെടുന്നത് ജോൺ മത്തായിയാണ്. ബോംബെ പദ്ധതി അല്ലെങ്കിൽ ബോംബെ പ്ലാനിന് പിന്നിൽ പ്രവർത്തിച്ച മലയാളിയാണ് ജോൺ മത്തായി. ബോംബെ പദ്ധതിക്ക് നേതൃത്വം കൊടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അർദേശിൽ ദലാൽ. അടുത്തത് ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ജനകീയ പദ്ധതിക്ക് അല്ലെങ്കിൽ പീപ്പിൾസ് പ്ലാനിന് രൂപം നൽകിയതാര്?
എൻ റോയ് 1945 ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ജനകീയ പദ്ധതിക്ക് എൻ റോയ് നേതൃത്വം നൽകിയത്. ജനകീയ പദ്ധതി അല്ലെങ്കിൽ ജനകീയ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? എൻ റോയ് ആണ്. ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ജനകീയ പദ്ധതി അല്ലെങ്കിൽ ജനകീയ ആസൂത്രണം അല്ലെങ്കിൽ പീപ്പിൾസ് പ്ലാനിന് രൂപം നൽകിയ വ്യക്തിയാണ് എൻ റോയ്. അത് ഏത് വർഷമാണ്? 1945 ജനകീയ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും എൻ റോയ് ആണ്. അടുത്തത്, സർവോദയ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആര്? ജയപ്രകാശ് നാരായണൻ. 1950 സർവോദയ പദ്ധതി വന്നത്. സർവോദയ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായണനാണ്. അടുത്തത്, ഇന്ത്യയിലെ നിലവിലുള്ള സമ്പദ് വ്യവസ്ഥ ഏത്? മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇന്ത്യയിലെ നിലവിലുള്ള സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. അതായത് സമ്പദ് വ്യവസ്ഥകളെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നിങ്ങനെ. ഉത്പാദന വിതരണ മേഖലകളിൽ സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും മുൻതൂക്കം നൽകുന്നതും ലാഭം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, അതായത് ക്യാപിറ്റലിസം എന്ന് അറിയപ്പെടുന്നു. ഉത്പാദന വിതരണ മേഖലകളിൽ സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും മുൻതൂക്കം നൽകുന്നതും ലാഭം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഉൽപാദനോപാധികൾ പൊതു ഉടമസ്ഥതയിലുള്ളതും കേന്ദ്രീകൃത ആസൂത്രണം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്നറിയപ്പെടുന്നത്, അതായത് സോഷ്യലിസം. ഉത്പാദനോപാധികൾ പൊതു ഉടമസ്ഥതയിലുള്ളതും കേന്ദ്രീകൃത ആസൂത്രണം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. ഇനി മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നറിയപ്പെടുന്നത് ഉൽപാദന വിതരണ മേഖലകളിൽ മുതലാളിത്തത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മിക്സഡ് എക്കോണമി എന്ന് അറിയപ്പെടുന്നത്. ഉൽപാദന വിതരണ മേഖലകളിൽ മുതലാളിത്തത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇനി മിശ്ര സമ്പദ് വ്യവസ്ഥയെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. അതായത് പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നിങ്ങനെ. പ്രാഥമിക മേഖലയിൽ വരുന്നത് എന്താണ്? കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കൃഷി, അതുപോലെ തന്നെ വനപരിപാലനം, മത്സ്യബന്ധനം അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രാഥമിക മേഖലയിൽ വരുന്നത്. അതേപോലെ ദ്വിതീയ മേഖലയിലാണെങ്കിൽ വ്യവസായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. വ്യവസായം, വൈദ്യുതി ഉൽപ്പാദനം, കെട്ടിട നിർമ്മാണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ദ്വിതീയ മേഖലയിൽ വരുന്നത്. തൃതീയ മേഖലയിലാണെങ്കിൽ വ്യാപാരവുമായി ബന്ധപ്പെട്ട്, അതായത് വ്യാപാരം, ഗതാഗതം, വാർത്താവിനിമയം അങ്ങനെയുള്ള കാര്യങ്ങളാണ് തൃതീയ മേഖലയിൽ വരുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്നറിയപ്പെടുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ വരുന്ന 3 ഘട്ടങ്ങളാണ് പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നിവ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ധനതത്വശാസ്ത്രവുമായി ബന്ധപ്പെട്ട് PSCയിൽ ചോദിക്കാൻ ചാൻസുള്ള ചോദ്യങ്ങളാണ് നോക്കിയത്. LDCക്കും അതുപോലെ തന്നെ +2 ഡിഗ്രി ലെവലിലുള്ള എല്ലാ എക്സാമുകളിലും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ബാക്കി പാർട്ടുകളുമായി വീണ്ടും കാണാം.